വർഷങ്ങളായി കൊണ്ടു നടന്ന അഭിനയമോഹം ചെന്നെത്തിയത് തൻ്റെ ഇഷ്ട നായികയുടെ കൊടും വില്ലനായിട്ട്. പറഞ്ഞു വരുന്നത് തുടരും സിനിമയിൽ നമ്മൾ കണ്ടു ഞെട്ടിയ വില്ലൻ ജോർജ് സാറായി മാറിയ പ്രകാശ് വർമ്മ ശോഭനയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. അതിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. തുടർന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് വളരെ ചുരുക്കി പെട്ടെന്ന് കാര്യത്തിലേക്ക് പോകാം. പ്രകാശ് വർമ്മ തുടരും സിനിമയിലെ ജോർജ് കരിയറിലെ ആദ്യ സിനിമ തന്നെ നായകനൊപ്പം നിൽക്കുന്ന കൊടൂര വില്ലനായി തകർത്താടി എന്ന് പറയാം. ഒരിക്കൽ മോഹൻലാലും മമ്മൂട്ടി ഒരിക്കലല്ല പലതവണ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സിനിമ നന്നാവണമെങ്കിൽ എല്ലാം നന്നാവണം. അതിലെ കഥയും തിരക്കഥയും സംവിധാനവും പാശ്ചാത്തല സംഗീതവും പാട്ടും അങ്ങനെയെല്ലാം. കുറേ കാലത്തെ പ്രകാശ് വർമ്മയുടെ ആഗ്രഹം അങ്ങനെ ഒരു സിനിമയിലൂടെ സാധ്യമായിരിക്കുകയാണിപ്പോൾ. അതും വലിയ ഹിറ്റിലേക്ക് നീങ്ങുന്നു. ഒപ്പം അഭിനയിച്ചതോ മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച താരജോഡി മോഹൻലാലും ശോഭനയും. ഇപ്പോഴിതാ തനിക്കൊപ്പം അഭിനയിച്ച ശോഭനയെപ്പറ്റി പറഞ്ഞിരിക്കുകയാണ് പ്രകാശ് വർമ്മ. പ്രകാശ് വർമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ശോഭനയുടെ കടുത്ത ആരാധകനാണ് താനെന്നും അവർക്കൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷങ്ങളിലൊന്നാണെന്നും താൻ ശോഭനയുടെ ഫാൻ ബോയ് ആണെന്നും ജോർജ് സാറിൻ്റെ ഭീഷണിക്ക് മുന്നിൽ സഹിക്കേണ്ടി വന്ന പീഡനങ്ങൾ ചിത്രീകരിക്കുന്ന വേളയിൽ നേരിടേണ്ടി വന്ന കഠിനമായ സാഹചര്യങ്ങളെയെല്ലാം അവഗണിച്ച് നമ്മുടെ കോമ്പിനേഷൻ സീനുകൾ ചിത്രീകരിക്കുവാൻ അങ്ങേയറ്റം ഊഷ്മളതയോടെയും സ്നേഹത്തോടെയുമാണ് ശോഭന മേഡം സഹകരിച്ചതെന്നുമാണ് പ്രകാശ് വർമ്മ പറഞ്ഞത്. അത്രയ്ക്കും തനിക്ക് ശോഭന മേഡത്തെ ഭയങ്കര ഇഷ്ടമാണെന്നും ലാലേട്ടനൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമാണെന്നും പ്രകാശ് വർമ്മ കൂട്ടിച്ചേർത്തു. മലയാളി കണ്ട എക്കാലത്തെയും മികച്ച വില്ലന്മാരുടെ പട്ടികയിലേക്ക് ഇപ്പോൾ തുടരും സിനിമയിലൂടെ പ്രകാശ് വർമ്മയും എത്തിയിരിക്കുകയാണ്. പ്രകാശ് വർമ്മയുടെ അഭിനയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക.